നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വേദിയിൽ ഒരു നാടകമുണ്ടായിരുന്നു. ആ നാടകത്തിൽ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വെള്ളമൊഴിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ആ രംഗത്തിന്റെ ചിത്രമെടുത്ത് ചിലർ ചിരിച്ചു, ചിലർ ട്രോൾ ഉണ്ടാക്കി, ചിലർ അതിനെ നഗ്നതാ പ്രദർശനം എന്ന് വിളിച്ചു. പക്ഷേ ഒരു ചോദ്യം, ആ വേദിയിൽ അവതരിപ്പിച്ചത് ആരുടെ ജീവിതമാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആ ശരീരത്തിൽ വെള്ളമൊഴിക്കുന്ന രംഗത്തിന് പിന്നിൽ എന്തൊരു ചരിത്രമുണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അത് അറിയാതെ പരിഹസിക്കുന്ന കോൺഗ്രസുകാരോടും ലീഗുകാരോടും സംഘപരിവാറുകാരോടും പറയാനുള്ളത് ഇതാണ്: ആദ്യം ചരിത്രം പഠിക്കൂ, എന്നിട്ട് ആ വേദിയെ വിമർശിക്കൂ. കാരണം അവിടെ അവതരിപ്പിക്കപ്പെട്ടത് ഒരു സ്ത്രീയുടെ ശരീരമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട കാലത്ത് ഭരണകൂടത്തിന്റെ ക്രൂരത ഏറ്റുവാങ്ങിയ സ്നേഹലത റെഡ്ഡി എന്ന സ്ത്രീയുടെ ജീവിതമാണ്. 1930കളിൽ ജനിച്ച സ്നേഹലത റെഡ്ഡി ഒരു സാധാരണ അഭിനേത്രി മാത്രമായിരുന്നില്ല. അവർ നാടക പ്രവർത്തകയായിരുന്നു, നർത്തകിയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു, സിനിമാ പ്രവർത്തകയായിരുന്നു, അതിലുപരി സാമൂഹിക പ്രവർത്തകയുമായിരുന്നു. രാം മനോഹർ ലോഹിയയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അടുപ്പം പുലർത്തിയ വ്യക്തിയുമായിരുന്നു. കന്നഡ സിനിമയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള സംസ്കാര എന്ന ചിത്രത്തിലെ പ്രധാന അഭിനേത്രികളിൽ ഒരാളായിരുന്നു. കല അവർക്കൊരു വിനോദം മാത്രമായിരുന്നില്ല, അനീതിക്കെതിരെ സംസാരിക്കാനുള്ള ആയുധവും കൂടിയായിരുന്നു. 1975 ജൂൺ മാസം 25 ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്ന് ആരംഭിച്ച ദിവസം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. പൗരസ്വാതന്ത്ര്യങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് വന്നു. രാഷ്ട്രീയ എതിരാളികളും പ്രതിഷേധക്കാരും ജയിലിലായി. അനേകം പേർ ഒളിവിൽ പോയി. അവരിൽ ഒരാളായിരുന്നു സോഷ്യലിസ്റ്റ് നേതാവായ ട്രേഡ് യൂണിയൻ നേതാവുമായ ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹവുമായി സ്നേഹലത റെഡ്ഡിക്കും കുടുംബത്തിനും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്നേഹലതയുടെ ജീവിതം മാറുന്നത്. ഭരണകൂടത്തിന് വേണ്ടിയിരുന്നത് ജോർജ് ഫെർണാണ്ടസിനെ. അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടയിൽ സ്നേഹലത റെഡ്ഡിയും ഭരണകൂടത്തിന്റെ ലക്ഷ്യമായി മാറി. അവരെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് മിസ, മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം തടവിലാക്കി. ബറോഡ ഡൈനാമിറ്റ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പശ്ചാത്തലമായിരുന്നു അത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: പിന്നീട് സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ സ്നേഹലത റെഡ്ഡിയുടെ പേര് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞു. വിചാരണ കൂടാതെയുള്ള തടവ്, അതും ഗുരുതരമായ ആസ്മ ബാധിച്ചിരുന്ന ഒരു സ്ത്രീ. ഇനി നിങ്ങൾക്ക് ട്രോളാക്കിയ ആ ശരീരത്തിലേക്ക് വരാം. സ്നേഹലത റെഡ്ഡിക്ക് ചെറുപ്പം മുതൽ തന്നെ ആസ്മയുണ്ടായിരുന്നു. ജയിലിലെ മോശം അന്തരീക്ഷം അവരുടെ രോഗം കൂടുതൽ ഗുരുതരമാക്കി. ശ്വാസം കിട്ടാതെ അവർ വരയുകയായിരുന്നു. വായുസഞ്ചാരം പോലും മോശമായിരുന്ന തടവ് മുറി. ആരോഗ്യം തകർന്നുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യമുണ്ടായിട്ട് തന്നെ ആവശ്യമായ പരിചരണം ലഭിച്ചില്ലെന്ന വിവരങ്ങൾ അവരുടെ ജയിലിലെ അനുഭവങ്ങളെക്കുറിച്ചുള്ള രേഖകളിലുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ സെല്ലിൽ നിന്നുള്ള നിലവിളി കേൾക്കാമായിരുന്നുവെന്ന് അതേ ജയിലിൽ തടവിലായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് മധു ദണ്ഡവതെ പിന്നീട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ചിരിച്ചു തള്ളിയ ചരിത്രം. സ്നേഹലത ജയിലിൽ ഒരു ഡയറി എഴുതി. പിന്നീടത് എ പ്രിസൺ ഡയറി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ കുറിപ്പുകളിൽ ഒരു മനുഷ്യ ശരീരം ഭരണകൂടത്തിന്റെ തടവറയിൽ എങ്ങനെ തകർന്നു പോകുന്നു എന്നതിന്റെ അനുഭവങ്ങളാണ്. ശ്വാസം കിട്ടാത്ത രാത്രികൾ, ഏകാന്തത, ഭയം, അപമാനം, അസുഖം, എന്നിട്ടും കീഴടങ്ങാത്ത മനസ്സ്. അവരുടെ ഒരു നിലപാടിന്റെ അർത്ഥം ഇതായിരുന്നു: എന്റെ ശരീരത്തെ നിങ്ങൾ അപമാനിച്ചേക്കാം, പക്ഷെ മനുഷ്യന്റെ ആത്മാവിനെ എന്നേക്കുമായി അടിച്ചമർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ വീണ്ടും ആ വേദിയിലേക്കൊന്ന് നോക്കൂ. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വെള്ളം വീഴുന്നത് മാത്രം കണ്ടിട്ട് നഗ്നത എന്ന് നിങ്ങൾ പരിഹസിക്കുമ്പോൾ, ആ രംഗം പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്ന ചരിത്രത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത്. ഒരു കലാകാരിയുടെ ശരീരത്തിലൂടെ തടവറയിലെ അപമാനവും പീഡനവും ശ്വാസമുട്ടലും അവതരിപ്പിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം കാണാതെ ശരീരം മാത്രം കാണുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം ആ അവതരണത്തോടാണോ അതോ അത് ഓർമ്മിപ്പിക്കുന്ന ചരിത്രത്തോടാണോ? ഇന്ന് സ്നേഹലതയുടെ കഥ കേൾക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സൗകര്യപ്രദമായ ചിത്രമാക്കി മാറ്റേണ്ടതില്ല. കാരണം ചരിത്ര സത്യം വളരെ വ്യക്തമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടമാണ്. ആ കാലത്താണ് സ്നേഹലത റെഡ്ഡി തടവിലാക്കപ്പെട്ടത്. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ അവതരണത്തെ പരിഹസിക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയ ചരിത്രത്തിലെ ആ അധ്യായം കൂടി വായിക്കേണ്ടതുണ്ട്. അതുപോലെ ലീഗുകാരനായാലും സംഘപരിവാറുകാരനായാലും മറ്റാരായാലും ഒരു കലാവിഷ്കാരത്തെ വിമർശിക്കാം. പക്ഷേ അതിനു മുമ്പ് അത് പറയുന്ന ചരിത്രം എന്താണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്തമെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതിന് ചിന്താശേഷിയും തലച്ചോറും ഉണ്ടായിരിക്കണം എന്നു മാത്രം. മാസങ്ങളോളം നീണ്ട തടവ് ജീവിതം സ്നേഹലതയുടെ ആരോഗ്യത്തെ തകർത്തു. രോഗം ഗുരുതരമായ സാഹചര്യത്തിൽ അവർ ജയിലിന് പുറത്തേക്കെത്തി. 1977 ജനുവരി 20 സ്നേഹലത റെഡ്ഡി മരിച്ചു. വയസ്സ് വെറും 40കളുടെ മധ്യത്തിൽ. അവരുടെ തടവും ജയിലിലെ സാഹചര്യങ്ങളും ആരോഗ്യ തകർച്ചയും തമ്മിലുള്ള ബന്ധം പിന്നീട് നിരവധി ചരിത്ര രേഖകളിലും ഓർമ്മക്കുറിപ്പുകളിലും ചർച്ചയായി. അതുകൊണ്ട് ഇന്ന് സ്നേഹലതയെ ഓർക്കുന്നത് ഒരു നടിയെ മാത്രം ഓർക്കുന്നതല്ല, അധികാരത്തോട് ചോദ്യം ചോദിച്ചതിന് വില കൊടുക്കേണ്ടി വന്ന ഒരു സ്ത്രീയെ ഓർക്കുകയാണ്.
അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഓർക്കുകയാണ്, കലയുടെ പ്രതിഷേധ ശക്തിയെ ഓർക്കുകയാണ്, ജനാധിപത്യത്തിന്റെ ഇരുണ്ട അധ്യായത്തെ ഓർക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസുകാരോടും ലീഗുകാരോടും സംഘപരിവാറുകാരോടും ഒന്നേ പറയാനുള്ളൂ: ട്രോൾ ചെയ്യൂ, വിമർശിക്കൂ, രാഷ്ട്രീയം പറയൂ, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ ചരിത്രത്തെ പരിഹസിക്കുന്നതിന് മുമ്പ് ആ ചരിത്രം ഒന്ന് വായിക്കണം. സ്നേഹലത റെഡ്ഡിയുടെ പേര് ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞു നോക്കൂ. അവരുടെ എ പ്രിസൺ ഡയറിയെ കുറിച്ച് വായിക്കൂ. 1975 അടിയന്തരാവസ്ഥയെക്കുറിച്ച് വായിക്കൂ. ബറോഡ ഡൈനാമൈറ്റ് കേസിനെ കുറിച്ച് വായിക്കൂ. ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ച് വായിക്കൂ. അതിനുശേഷം വീണ്ടും ആ വേദിയിലെ രംഗം ഒന്നുകൂടി കാണൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരു സ്ത്രീയുടെ ശരീരമായിരിക്കില്ല, ശ്വാസത്തിനായി പിടഞ്ഞ ഒരു രാഷ്ട്രീയ തടവുകാരിയായിരിക്കും. അധികാരത്തിന് മുന്നിൽ തലകുനിക്കാതിരുന്ന ഒരു കലാകാരിയെ ആയിരിക്കും. സ്നേഹലത റെഡ്ഡിയെ ആയിരിക്കും. ചരിത്രം അറിയാത്തവർക്ക് അത് വെറും രംഗം മാത്രമായിരിക്കും. ചരിത്രം അറിയുന്നവർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഒരു പ്രതിരോധമാണ്. ഒരു ഭരണകൂടത്തിന് മനുഷ്യന്റെ ശരീരത്തെ തടവിലാക്കാം, ശരീരത്തെ തളർത്താം, ശബ്ദത്തെ കുറച്ചുകാലം നിശബ്ദമാക്കാം. പക്ഷേ ചരിത്രത്തെ തടവിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അരനൂറ്റാണ്ടിനിപ്പുറവും സ്നേഹലത റെഡ്ഡി വീണ്ടും വേദിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനെ നഗ്നതയെന്ന് വിളിച്ച് ചിരിക്കരുത്, കാരണം അതൊരു ചരിത്രമാണ്. സ്നേഹലതയുടെ ചിത്രമെടുത്ത് ട്രോൾ ചെയ്യുന്ന കോൺഗ്രസുകാരോട് പ്രത്യേകമായി ഒരു ചോദ്യം: സ്നേഹലത റെഡ്ഡിയെ തടവിലാക്കിയ കാലത്ത് ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? ജനതാ പാർട്ടിയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? അല്ല, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ആ ഭരണകൂടം. മിസ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കിയതും ആ കാലഘട്ടം. അതുകൊണ്ട് സ്നേഹലതയുടെ ചരിത്രത്തെ പരിഹസിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം പാർട്ടിയുടെ അടിയന്തരാവസ്ഥ ചരിത്രം കൂടി വായിക്കുന്നത് നല്ലതാണ്. കാരണം സ്നേഹലതയുടെ ശരീരത്തിലെ മുറിവുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ 1975 ഭരണകൂടത്തെ ഒഴിവാക്കി ആ ചരിത്രം പറയാനാവില്ല. മുനാഫിക് ലീഗിന്റെ പ്രവർത്തകരോടും ഒരു ചോദ്യം: കോൺഗ്രസിനൊപ്പം നിന്ന് ഈ അവതരണത്തെ പരിഹസിക്കുന്ന ലീഗ് പ്രവർത്തകരോട്, ഇത് വസ്ത്രത്തിന്റെ അളവ് നോക്കി തീരുമാനിക്കേണ്ട വിഷയമല്ല, ഇത് പൗരസ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. ഇത് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിന്റെ ചരിത്രമാണ്. രാഷ്ട്രീയ സഖ്യം എന്തായാലും ചരിത്രം മാറില്ല. ഇന്നത്തെ രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി 1975 സംഭവങ്ങളെ മറിക്കാനുമാവില്ല. കോൺഗ്രസിനൊപ്പം ഇന്ന് രാഷ്ട്രീയം നടത്തുന്നത് ഒരു കാര്യം, പക്ഷെ അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ചരിത്രവും അതിന്റെ ഇരകളുടെ അനുഭവങ്ങളും ഇല്ലാതാകുന്നില്ല. സഖ്യം ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള ലൈസൻസുമല്ല. ചരിത്രം ഹറാമായ ലീഗുകാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എന്നാലും പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഭരണകൂട ഭീകരതയെ തുറന്നു കാട്ടിയ ഒരു ചിത്രത്തെ നഗ്നതയെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരോട്, ആ ചിത്രത്തിന്റെ ചരിത്രം മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കുന്ന മാനസിക രോഗികളോട് ഒന്നേ പറയാനുള്ളൂ: രാത്രി കാലങ്ങളിൽ മുത്തിച്ചിപ്പി വായിച്ച് കോൾമയിര് കൊള്ളുന്ന കഥയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1-2 കഥ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഫോട്ടോയിൽ കാണുന്നത് സോണിയാഗാന്ധിയും മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ താരം ഫ്രാങ്കോ ലൂയിസനുമാണ്. ഇറ്റലിയിലെ ഏതോ ബാറിൽ ഡാൻസുകാരിയായി ജോലി ചെയ്തിരുന്ന ഇറ്റലിക്കാരി മദാമയായ സോണിയാഗാന്ധി രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യക്കാരനോടൊപ്പം ഇന്ത്യയിലേക്ക് വന്നു. ചരിത്രങ്ങൾ അന്വേഷിച്ചാൽ ഒരു പക്ഷേ കോൾമയിര് കൊള്ളുന്ന ഒരുപാട് വാർത്തകൾ കിട്ടും. അതിനു മുന്നേ ഫ്രാങ്കോ ലൂയിസനുമായിട്ടുള്ള ചരിത്ര കഥകളും കൂടി കോൺഗ്രസുകാർ ഒന്ന് പരതിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതും പോരായെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സഹായികളിൽ ഒരാളായിരുന്ന MO മത്തായി 1978 എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 29ാമത്തെ ചാപ്റ്ററിന് ഷീ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ചരിത്രകാരന്മാർ ആരാണ് ഷീ എന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇന്ദിരാഗാന്ധി എന്നായിരുന്നു. സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം. മുത്തുച്ചിപ്പി വായിക്കുന്നതിനേക്കാൾ സുഖമുള്ള കഥകൾ അതിനകത്തുണ്ട്. ഇന്ദിരാഗാന്ധിയും MO മത്തായിയും തമ്മിലുള്ള പ്രണയവും അവരുടെ ലൈംഗിക വീഴ്ചകളും ഗർഭധാരണവും അബോർഷനുമെല്ലാം അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് ഉദ്ധാരിക്കുന്നവർ അത് കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും പറയണമെന്ന് കരുതുന്നതല്ല, പക്ഷേ രാഷ്ട്രീയ തെമ്മാടിത്തരം, രാഷ്ട്രീയ തന്തയില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ചില കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികളോട് ഇത്രയെങ്കിലും പറയണമെന്നുണ്ട്. കോൺഗ്രസുകാർക്ക് വേണ്ടി ഈ കഥകൾ പറയുമ്പോൾ ലീഗുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാതെ പോയാൽ അതും കുറ്റമാണ്. പ്രിയപ്പെട്ട ലീഗുകാരാ, ഈ ഫോട്ടോയിൽ കാണുന്നത് പാണക്കാട് ബഷീർ അലി, അതായത് മരണപ്പെട്ടുപോയ മർഹൂം ഷിഹാബ് അലി തങ്ങളുടെ മൂത്ത മകൻ. IMO കോളിലൂടെ പെടുക്കുന്ന സാമാനം തടവി കിടക്കുന്ന വീഡിയോയും ഫോട്ടോയും കണ്ട് ആത്മനിർവൃതി അണഞ്ഞ് രാത്രിയിൽ കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ ഒരു പക്ഷേ അതൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കും. കൂടുതൽ പറഞ്ഞ് ഞാനും നാറുന്നില്ല, നിങ്ങളെയും നാട്ടിക്കുന്നില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു.